പ്രതിഫലം സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ്. എന്നാൽ മാനുഷിക പരിഗണന വെച്ച് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രോത്സാഹിപ്പിക്കുവാൻ, അവർക്ക് അഭിനന്ദനങ്ങൾ കൊടുക്കുവാൻ നാം കടപ്പെട്ടവരാകുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിലും സഭയിലൊക്കെ ചെയ്യുന്നത്. നമ്മുടെ സഭയിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരാളുണ്ട് ഇപ്പം. ആരാ? എത്ര വയസ്സായി? 78 വയസ്സായി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ ആന്റിയെ കുറിച്ച് വന്നിട്ട് നല്ല കാര്യങ്ങൾ പറയുന്നതിൽ സന്തോഷമുണ്ട്. അതിലെനിക്ക് ഏറ്റവും താല്പര്യമായി തോന്നിയത്, ഒരു കൂട്ടായ്മയും കഴിവതും മുടക്കത്തില്ല. സഭായോഗം, ഇടദിവസ മീറ്റിംഗ്, വെള്ളിയാഴ്ച പ്രാർത്ഥന ഒന്നും മുടങ്ങാതെ ഈ 78-ാം വയസ്സിൽ വാഹനം ഓടിച്ച് എവിടെയും നമ്മുടെ കൂടെ വരാനായിരിക്കുന്ന നല്ല മനസ്സ്. മാതാവിനെ അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, നമ്മുടെ സഭയിൽ വരാൻ ആഗ്രഹിക്കുന്നവരെ വീട്ടിൽ കൊണ്ടുപോയി, കാർ കൊണ്ടുപോയി വിളിച്ചുകൊണ്ട് വരുന്ന ഒരു നല്ല സ്വഭാവം ഉണ്ട്. അതിന് പ്രത്യേകമായ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ സഭയുടെ ഭൗതിക കാര്യങ്ങൾ, വിശേഷാൽ നമ്മുടെ ഫ്രണ്ടിൽ ഇന്റർലോക്ക് ഇടണം ഒത്തിരി ആഗ്രഹിച്ചു. ആ കാര്യങ്ങൾക്ക് മുന്നിൽ ഇറങ്ങിയത് പ്രിയ ആന്റിയാണ്. ഒരു പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ സഹോദരി സമാജത്തിന്റെ ഫണ്ടിൽ പൈസയൊന്നും ബാലൻസ് ഒന്നുമില്ല. പക്ഷെ ഒരാവശ്യം വരുമ്പോൾ ട്രഷറർ ആണെങ്കിൽ തന്നെയും കയ്യിൽ നിന്ന് പൈസ എടുത്താണ് ഇവിടെ ഗിഫ്റ്റ് വാങ്ങിക്കാനും മറ്റു പല കാര്യങ്ങളൊക്കെ ഉത്സാഹിച്ച് ചെയ്യുന്നത്. ഈ 78-ാം വയസ്സിൽ ദൈവം കൊടുത്ത കൃപയ്ക്കനുസരിച്ച് സഭയുടെ ആത്മീക ഭൗതിക കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതിന് നമ്മുടെ സഭ ഒരു ആദരവ് നൽകാനായി ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും സമ്മതത്തോടെ പ്രിയ ആന്റി ഞാൻ മറ്റോട് ക്ഷണിക്കുന്നു. ആ കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർ പോലും പ്രാർത്ഥനയ്ക്ക് വരാൻ കഴിയാതെ മറ്റു പല കാരണങ്ങൾ പറഞ്ഞ് മാറ്റി പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കുക അല്ലേ? പല കാര്യങ്ങൾക്കും ആത്മീയ കൂട്ടായ്മയിൽ സഹകരിക്കാൻ കഴിയാതെ നമ്മുടെ യൗവനക്കാരൊക്കെ മാറി നിൽക്കുമ്പോൾ അവർക്കൊരു മാതൃകയാണ് പ്രിയ മറിയമ്മ. സെൻട്രലിലെ മീറ്റിങ്ങിൽ പോകാനും സഹോദരിമാരെ കൂട്ടിക്കൊണ്ട് അവിടെ ഇവിടെ പോകാനൊക്കെ വളരെ ആഗ്രഹമുണ്ട്. കർത്താവ് ആയുസ് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായി, ഒരു വിളക്കായി ദൈവം നിലനിൽക്കട്ടെ എന്ന് സഭയുടെ പേരിൽ ആശംസകൾ അറിയിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്നതിനെല്ലാം പ്രതിഫലം ഇവിടെ നമുക്ക് പരിമിതമാണ്. പക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അധികം പ്രതിഫലം ദൈവം കൊടുക്കും. കണക്കിടാതെ കൊടുക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് മനസ്സോടെ സഭയുടെ ഭൗതിക കാര്യങ്ങൾക്ക് താങ്ങായി തണലായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, ക്ലേശം അനുഭവിക്കുന്നവരുടെ അവസ്ഥ അറിഞ്ഞ് അവരെ ഭൗതികമായി ഒക്കെ സഹായിക്കുവാൻ പ്രിയ മാതാവിന്റെ ദൈവം ഈ ദിവസങ്ങളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. കർത്താവ് അനുഗ്രഹങ്ങളാൽ നിറയ്ക്കട്ടെ. കർത്താവിന് സ്തോത്രം. IPC തിരുവഴി സഭയുടെ പേരിലാണ് ഈ മൊമെന്റോ പ്രിയാൻജി കൊടുക്കുന്നത്. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ PVAP മെമ്പേഴ്സ് ആണ്. അവരോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇതൊരു ആദരവായി, ഇതൊരു ബഹുമാനമായി, ഇതൊരു പ്രോത്സാഹനമായി ദൈവനാമ മഹത്വത്തിനായി തീരാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതപ്രകാരം ഞാൻ ഈ മൊമെന്റോ പ്രിയാൻജിക്ക് കൈമാറുകയാണ്. കുറെ കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. കർത്താവ് അതിനായി പിന്നെയും പ്രിയ മാതാവിന്റെ ശക്തിയിലേക്ക് മാറാം.